ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ പുതിയ ചാനലിൽ എല്ലാ വീഡിയോസും പഴയ പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 50 സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ എനിക്ക് ഓൺലൈൻ ലൈവ് റീഡിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പഴയ പോലെ തന്നെ ഈ കുടുംബത്തിലെ അംഗങ്ങളാവണം. അതോടൊപ്പം എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങൾ പറയുന്ന ടോപ്പിക്കിനനുസരിച്ചായിരിക്കും ഇനി വീഡിയോസ് ഉണ്ടാവുക. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ട്വിൻ ഫ്ലെയിം ജേർണി ജാതകത്തിൽ അറിയാൻ സാധിക്കുമോ എന്നാണ്. ട്വിൻ ഫ്ലെയിം ജേർണി എന്താണെന്നറിയാം. അതിനുണ്ടാകുന്ന സെപ്പറേഷൻ പീരീഡുകൾ, അവേക്കനിങ് സ്റ്റേജസ്, റീയൂണിയൻ, ഇതെല്ലാം നമുക്കറിയാം. ഓരോ സെപ്പറേഷൻ പീരീഡും നമുക്ക് ഒരുപാട് പെയിൻഫുൾ മെമ്മറീസ് തരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ജാതകത്തിൽ പലരും എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, പേഴ്സണലി അല്ലാതെയൊക്കെ, ഈ ട്വിൻ ഫ്ലെയിം ജേർണി ഇത് തന്നെയാണോ എന്നറിയാൻ പറ്റുമെന്ന്. പലരും കാർമിക് റിലേഷൻസ് ആണ് ട്വിൻ ഫ്ലെയിംസ് ആണെന്ന് കരുതി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ഫോൾസ് ട്വിൻ ഫ്ലെയിംസ്, ട്രൂ ട്വിൻ ഫ്ലെയിം വരുന്നതിന് മുമ്പ് ഒരു ഫോൾസ് ട്വിൻ ഫ്ലെയിം ജേർണി നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ ഈ ഫോൾസ് ട്വിൻ ഫ്ലെയിം യഥാർത്ഥ ട്വിൻ ഫ്ലെയിമാണെന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും. സാധാ ജീവിതത്തിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫാണെപ്പോലും ഞങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് മാത്രം കാണപ്പെടുന്ന ഒന്നാണ്. അവരുടെ സോൾസ് സ്പിരിച്വൽ ലെവലിൽ ഹൈലി എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ സെപ്പറേഷൻ പീരീഡ് എത്തുന്നത്. അതുപോലെ അവേക്കനിങ് സ്റ്റേജ് പൂർത്തിയാക്കി സ്പിരിച്വലുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് അവരുടെ കർമാസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ ഈ ജേർണി അവരുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ജാതകത്തിൽ ഒരു പരിധിവരെ, എല്ലാവർക്കും അല്ലേ പോലും ഒരു പരിധിവരെ ജാതകത്തിൽ ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. അത് എല്ലാവരുടെയും ജാതകത്തിൽ നോക്കി ഇതിങ്ങനെ അതങ്ങനെ എന്നല്ല. എന്നാൽ പോലും ജാതകത്തിൽ പൂർവ്വജന്മവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാവങ്ങളിൽ കണക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ട്വിൻ ഫ്ലെയിം ജേർണി ആയിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പലരുടെയും ജാതകത്തിൽ കർമ്മബന്ധങ്ങൾ, അതായത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്ത കർമ്മങ്ങൾ ഈ ജന്മത്തിൽ ചെയ്യാൻ ബാക്കിയുള്ളവർ ആണെന്ന് കണ്ടു കഴിഞ്ഞാലും അത് ഒരു പരിധിവരെ ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൂടാതെ ചില ഗ്രഹങ്ങളുടെ, അതായത് രാഹു, ശനി, കേതു, ഈ ദശ ജാതകത്തിൽ നടക്കുന്ന സമയത്താണ് നമ്മൾ ആ പേഴ്സണെ കാണുന്നതും. ട്വിൻ ഫ്ലെയിം ജേർണിയുടെ എല്ലാ റൂൾസും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അത് ഒരു പരിധിവരെ, എല്ലാം 100% കറക്റ്റ് ആവണം എന്നല്ല, ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ സിംറ്റംസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ആൾ ജാതകം കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൾ നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ആളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചില കേസസിൽ ട്വിൻ ഫ്ലെയിം ജേർണി വരുന്ന ആൾക്കാരുടെ ചിലർ, എല്ലാവരും മാരേജ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു 100% അല്ലെങ്കിൽ 99.9% ആൾക്കാരും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മാരേജ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ അതിൽ 1% ആൾക്കാരെങ്കിലും മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ജാതകത്തിൽ ഈ ബോണ്ടിങ്, അതായത് ഈ ജേർണിയിലുള്ള അവരുടെ ബോണ്ടിങ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എല്ലാവരുടെയും ജാതകത്തിലെ കാര്യമല്ല പറയുന്നത്, റിയൽ ട്വിൻ ഫ്ലെയിംസ് ആയിട്ടുണ്ടാവുകയും അതിൽ ചിലരുടെ ജാതകത്തിൽ നമുക്കത് കാണാൻ പറ്റും. എന്നുവെച്ചാൽ ഇത് 100% ശരിയാണ് എന്നൊരു ആധികാരികമായിട്ടുള്ളൊരു കാര്യമില്ല. എന്നാൽ പോലും നമുക്ക് അവരുടെ ഗ്രഹനിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സെപ്പറേഷൻ ഫേസും മറ്റു കാര്യങ്ങളൊക്കെ ഏത് കാലയളവിൽ ഉണ്ടാകും എന്ന് വരെ ഒരു പരിധിവരെ നമുക്ക് ജാതകത്തിലൂടെ പറയാൻ സാധിക്കും.